Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ബാക്കി വന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് ഒരു വ്യത്യസ്തമായ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ബാക്കി വന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ വെക്കുകയാണ്. അതൊന്ന് സ്ലൈറ്റായിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കണം. ഇതിലിപ്പോൾ പലതരം ബ്രെഡ് ഉണ്ട്, വീറ്റ് ബ്രെഡും വൈറ്റ് ബ്രെഡും അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആണ് വെച്ചിട്ടുള്ളത്. അത് മെയിനായിട്ട് ഈ ബ്രെഡിൻ്റെ അറ്റത്തുള്ള കഷ്ണം ഞങ്ങളുടെ വീട്ടിൽ അധികാരം കഴിക്കില്ല. അപ്പം ആ അറ്റങ്ങളും ഒക്കെയാണ്, അതൊക്കെ വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിഷാക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അത് കഴിക്കും. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് സ്ലൈറ്റായി ഒരു സൈഡ് ചൂടായതിന് ശേഷം മറ്റേ സൈഡും കൂടി ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതിനെ കഷ്ണം മുറിച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് 6 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1 ഇഞ്ച് ഇഞ്ചിയുടെ കഷ്ണം അതും ചോപ്പ് ചെയ്തത് അതിലിട്ട് ഒന്ന് സോട്ടേ ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും 1 വലിയ ഉള്ളി, ഞാനിവിടെ യെല്ലോ അനിയനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതും ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി നമുക്കിതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് സ്വീറ്റ് കോൺ ആണ് ചേർക്കുന്നത്. ഞാനിത് ക്യാൻഡ് സ്വീറ്റ് കോൺ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിനധികം വേവൊന്നുമില്ല, ഒന്ന് ചെറുങ്ങനെ ചൂടാക്കുക വേണ്ടു. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ടാവും. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, കാരണം നമ്മൾ പിന്നീട് സോയ സോസ് ചേർക്കുന്നുണ്ട്. അപ്പം ആദ്യമേ ഉപ്പ് ചേർത്താൽ കൂടിപ്പോവും. അപ്പോൾ അത് സോട്ട് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളെപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് വെച്ചിട്ടുണ്ടാവുന്നത്. എന്നാൽ മാത്രമേ ആ സോസൊക്കെ അതിൽ അബ്സോർബ് ആവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അതൊക്കെ പെട്ടെന്ന് വറ്റിപ്പോവും. അതിനുശേഷം നമുക്ക് ഈ സ്വീറ്റ് കോണിനെയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി നടുവിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി അതിലേക്ക് 4 മുട്ട ആഡ് ചെയ്യുക. 1 തരി ഉപ്പും കൂടി ചേർത്ത് അതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതിനെ വല്ലാതെ ഡ്രൈ ആക്കരുത്. ഒരുവിധം സെമായി ഡ്രൈ ആവുന്ന ആ ഒരു അവസ്ഥയിൽ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ബ്രെഡ് നേരത്തെ ടോസ്റ്റ് ചെയ്തത് ഓൾറെഡി അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ചേർക്കുകയാണ്. ഇത് ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ബ്രെഡിൽ അതൊന്നും ശരിക്കും അങ്ങോട്ട് കോട്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സെമൈ ഡ്രൈ ഫോമിൽ നമ്മൾ ഈ ബ്രെഡ് ഇതിലേക്ക് ഇടുന്നത്. അതുപോലെ തന്നെ സോസുകളൊക്കെ ഉറപ്പായിട്ടും സ്വീറ്റ് കോണിലേക്ക് ഡയറക്റ്റായി ഇട്ട് കൊടുക്കുക. ബ്രെഡിലേക്കാണ് ഇട്ടതെന്നുണ്ടെങ്കിൽ അത് നേരെ പോയി ബ്രെഡിൻ്റെ ഏതെങ്കിലും ഒരു പീസിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ എല്ലാറ്റിലും മിക്സ് ആയി എന്ന് വരില്ല. അപ്പോൾ ഇത് ജെൻറ്റിലായി ഫോൾഡ് ചെയ്ത് എല്ലാ പീസിലും സ്വീറ്റ് കോണും മുട്ടയൊക്കെ കോട്ടായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഉപ്പിൻ്റെ കാര്യമൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട, കാരണം ബ്രെഡിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ സോയ സോസിലുള്ള ആ ഉപ്പും കൂടി ആകുമ്പം ഈ ഒരു കണക്കിന് അത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ബ്രെഡ് പീസസൊക്കെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുന്നത് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമ്മുടെ ഭൂമി എത്രയും പെട്ടെന്ന് നമുക്ക് പഴയ പോലെ തിരിച്ചു കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.